ഓണസദ്യ എങ്ങനെ കഴിക്കണം? നല്ല വലിയൊരു ഇലയിട്ടിട്ട് ഇലയുടെ മുന്നിൽ ചമ്രം അണിഞ്ഞിരുന്ന് നമ്മൾ അതിനകത്ത് ഏകദേശം 18ഓളം കൂട്ടം കറികൾ വിളമ്പി ആദ്യത്തെ ചോറ് അതോടൊപ്പം പരിപ്പ്, വീണ്ടും ചോറ് അതോടൊപ്പം സാമ്പാർ, മൂന്നാമതും ചോറ് അതോടൊപ്പം പുളിശ്ശേരി, അത് കഴിഞ്ഞ് 4 ഇനം പായസങ്ങൾ. ഈ ഒരു രീതിക്കാണ് വിഭവസമൃദ്ധമായ സദ്യ പോകുന്നത്. എങ്ങനെ നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2000 മുതൽ 2200 കാലറി ഒരു ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എത്തും. ഇത് ആരോഗ്യകരമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായി നമുക്കൊരു ഓണസദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ അവയുടെ അളവും കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ അളവിലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ അത്യാവശ്യം രോഗങ്ങൾക്കുള്ളവർക്ക് വരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഓണസദ്യ ആസ്വദിക്കാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഇലയിൽ ഉണ്ടാകേണ്ടത് അവിയലാണ്. അവിയലും തോരനും പുളിശ്ശേരി അല്ലെങ്കിൽ തൈര് ചേർത്തിട്ടുള്ള 1-2 കറികളുമാണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത്. അച്ചാറുകൾ വീട്ടിലുണ്ടാക്കുന്നത് വേണം. നമ്മളെ കടയിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് അച്ചാറുകൾ, കളർ ചേർത്ത, പ്രിസർവേറ്റീവ് ചേർത്ത, ഉപ്പിന്റെ അളവ് വളരെയധികം കൂടിയ അച്ചാറുകൾ ഉപയോഗിക്കരുത്. വീട്ടിലുണ്ടാക്കുന്ന മാങ്ങാക്കറിയോ നാരങ്ങക്കറിയോ ഉപയോഗിക്കുക. മികച്ച പ്രോബയോട്ടിക് ആണ്. തൈര് ഉപയോഗിച്ചുള്ള ഒരു കറി ഉണ്ടാക്കുക, പ്രോബയോട്ടിക് ആണ്. ഭക്ഷണം പെട്ടെന്ന് ദഹിക്കും. കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് നിങ്ങൾ അവിയൽ ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ ഹെൽത്തിയാണ്. ഇത് മാത്രം പോരാ, നിങ്ങൾ പരിപ്പ് ചേർത്തിട്ടുള്ള കറി ഉണ്ടാക്കണം. പരിപ്പ് എന്ന് പറയുന്നത് ഈ ഭക്ഷണ ഘടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഘടകമാണ്. ഇവ കഴിക്കാൻ നോക്കുക. ചോറിന്റെ അളവ് ശ്രദ്ധിക്കുക. വെള്ള അരി ഉപയോഗിക്കുന്നതിന് പകരം അത്യാവശ്യം ചെറിയ അളവിൽ തവിടുള്ള അരി ഒരു പിടി, നിങ്ങളുടെ കൈപ്പത്തിയിൽ എത്ര അളവ് ചോറ് കൊള്ളുമോ ആ അളവ് മാത്രം ചോറെടുക്കുക. സാമ്പാറോ പരിപ്പോ ചേർത്തിട്ട് ഇത് കഴിക്കാവുന്നതാണ്. അത്യാവശ്യം നെയ്യ്, സാച്ചുറേറ്റഡ് ഫാറ്റ് ഒരു 1/2 ടീസ്പൂൺ കഴിക്കാനായിട്ട് നോക്കുക. 20-25 കാലറി ഊർജ്ജം അതിൽ ഉണ്ടാകും. ഇങ്ങനെ ഒരു വട്ടം സദ്യ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോറ് വാങ്ങരുത്. നിങ്ങൾ ഈ ഭക്ഷണം ദഹിക്കുന്നതിന് വേണ്ടി മോര് ഒരു പിടി, നമ്മുടെ കൈപ്പിടിയിൽ എത്ര മോര് കൊള്ളുമോ അത്രയും കഴിക്കുക. അതിനുശേഷം പായസം എടുക്കുക. 3-4 കൂട്ടം പായസം വേണോ? വേണ്ട. രുചിക്ക് വേണ്ടി 1-2 സ്പൂൺ പായസം നിങ്ങൾ അടപ്പായസമോ പഴം പായസമോ കഴിക്കുക. നിങ്ങൾക്ക് പ്രധാനമായിട്ടും കഴിക്കാൻ ആഗ്രഹമുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും കടല പായസമായിരിക്കണം. കാരണം നമ്മൾ ഒരു കപ്പ് കടല പായസത്തിനകത്ത് ആവറേജ് 200 കാലറി ഊർജ്ജം ഉണ്ടെങ്കിലും അതിനകത്ത് പ്രോട്ടീൻ, കടലയുടെ പ്രോട്ടീനിന്റെ അളവ് കൂടുതലായിട്ടുണ്ട്. ഈ പായസ ഗ്രൂപ്പുകൾ വെച്ച് താരതമ്യേന ഹെൽത്തിയാണ്. അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ, ഈ ഒരു രീതിക്ക് കഴിച്ചു നോക്കിയേ. അധികം കാലറി, ഒരു 1000-1200 താഴെ കാലറി മാത്രമേ ഉള്ളിലേക്ക് എത്തത്തുള്ളൂ. ഇത് വളരെയധികം ഹെൽത്തിയാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് വണ്ണം വയ്ക്കുകയോ ഷുഗർ കൂടുകയോ വലിയ പ്രശ്നങ്ങളോ ചെയ്യത്തില്ല. ഇത് എല്ലാ മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു ഓണാശംസകൾ നേരുന്നു.